സത്യത്തിൽ ആ ചടങ്ങിന് എന്നോടൊപ്പം പ്രകാശം നിൽക്കേണ്ടതല്ലേ, പബ്ലിഷർ എന്ന നിലയിൽ. പക്ഷേ കക്ഷി വന്നില്ല. പകരം 500 ബുക്കുമായിട്ട്, എൻ്റെ ബുക്കുമായിട്ട് 2-3 യുവതികളെ വിട്ടു. അവരൊരു സ്റ്റാൾ പോലിട്ട് വന്നവരിൽ നിന്ന് കുറേ പൈസ വാങ്ങിക്കൊണ്ട് ബുക്കിൻ്റെ വില 70 രൂപയാണ്. അങ്ങനെ കുറേ ബുക്കുകൾ വിൽക്കുകയും ചെയ്തു. ആ ചടങ്ങിന് ക്ഷണിക്കപ്പെട്ടവർ ശ്രീ മാവേലിക്കര MLA അരുൺകുമാർ, തേക്കേക്കര പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ മോഹൻ കുമാർ, അതുപോലെ തന്നെ ദേവസ്വം ബോർഡ് മെമ്പർ, മുൻ ദേവസ്വം ബോർഡ് മെമ്പർ കെ രാഘവൻ അവർകൾ, ഇങ്ങനെ ജോൺസൺ സാറ്, ഹരിദാസ് സാറ്, അങ്ങനെ അറിയപ്പെടുന്ന കുറേ വ്യക്തിത്വങ്ങളാണ് അതിന് പങ്കെടുത്തത്. ആ ചടങ്ങിന് വേണ്ടിയിട്ട് വീണ്ടും എനിക്ക് 35,000 രൂപ മുടക്കേണ്ടി വന്നു. ഫ്ലക്സ് അടിക്കുന്നതിനും നോട്ടീസ് അടിക്കുന്നതിനും ഓഡിറ്റോറിയം ബുക്ക് ചെയ്യുന്നതിനും മൈക്കിന് വേണ്ടിയിട്ടും ഈ അതിഥികളെ ക്ഷണിക്കാൻ പോയ ആ ടാക്സി ചാർജും എല്ലാം കൂടെ കണക്കാക്കി. പിന്നെ വന്നവർക്കൊക്കെ ചെറിയ രീതിയിൽ ഒരു ചായ സൽക്കാരവും നടത്തി. അപ്പോൾ ഈ തരത്തിൽ 65,000 രൂപ എനിക്ക് മൊത്തത്തിൽ ചിലവായി. ഞാൻ അതിനുശേഷം അവിടെ ചെന്ന് 1 വർഷം ആയില്ല. ഞാൻ അവിടെ ചെന്നപ്പോഴാണ് കക്ഷി എനിക്ക് എഗ്രിമെൻ്റ് പോലും തരാൻ തയ്യാറല്ല. പക്ഷേ എൻ്റെ കയ്യിൽ നിന്ന് എഗ്രിമെൻ്റ് മേടിച്ച വിവരം ഞാൻ പറഞ്ഞല്ലോ. 1 വർഷമാകുന്നു. അപ്പോൾ ഈ ഇടയ്ക്കൊരു സമയത്ത് പറഞ്ഞു, ഞാൻ ഒരു 18,000 രൂപ തരും. 30,000 രൂപ ഞാൻ കൊടുത്തെടുത്താണ് എനിക്കൊരു 18,000 രൂപ തരും. ഞാൻ പറഞ്ഞു, അത് കുറഞ്ഞു പോയല്ലോ പ്രകാശേ, എനിക്കൊരു 20,000 രൂപയെങ്കിലും തരണം. അത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഞാൻ വിട്ടുവീഴ്ച ചെയ്തു. ശരി, ആയിക്കോട്ടെ, അതെങ്കിലും കിട്ടുമല്ലോ. ആ കാത്തിരിപ്പ് 1 കൊല്ലത്തോളം കഴിഞ്ഞു. 1 കൊല്ലം കഴിഞ്ഞ് ഞാൻ ചെന്നപ്പോൾ കക്ഷിയുടെ പൈസയും ഇല്ല, ഒന്നുമില്ല. 3-4 പ്രാവശ്യം ചെന്നു, എനിക്ക് 10 പൈസ തന്നില്ല. എൻ്റെ ഒരു പുസ്തകം ഒരുപാട് ആഗ്രഹിച്ച് കടം മേടിച്ചും എൻ്റെ മകൻ സഹായിച്ചും ഞാനത് പബ്ലിഷ് ചെയ്തിട്ട് ഒരു 100 രൂപ എനിക്ക് പ്രതിഫലമായിട്ട് ഈ കശ്മലൻ എനിക്ക് തന്നില്ല. ഇവനെ മനുഷ്യകുലത്തിൽ കൂട്ടാൻ പറ്റില്ല, മനുഷ്യനായിട്ടും മൃഗങ്ങളായിട്ടും സാമ്യപ്പെടുത്താൻ പറ്റില്ല. അത്രമാത്രം ഒരു ദുഷ്ടനാണിവൻ, ഒരു ദുഷ്ട കൃമികീടം. പേര് കേട്ടാൽ അവൻ്റെ നടപ്പും ഇടിപ്പും ഒക്കെ കണ്ടാൽ ഇതുപോലെ യോഗ്യതയുള്ള വിദ്യാഭ്യാസമുള്ള ഒരു ചെറുപ്പക്കാരനെ കാണാൻ പ്രയാസമാണ്. പക്ഷേ അവൻ്റെ മനസ്സ് ഇത്ര നികൃഷ്ടമാണെന്ന് എൻ്റെ അനുഭവത്തിലൂടെ എനിക്ക് മനസ്സിലായി.